വിശുദ്ധ മദർ തെരേസയുടെ നല്ല ഓർമ്മകൾ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ടീച്ചേഴ്സ് ഡേ ആണ്. എല്ലാ അധ്യാപകർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും കർത്താവ് അധ്യാപകരായിട്ട് നിയോഗം നൽകിയിട്ടുള്ളവർ തന്നെയാണ്. പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ പൂർണ്ണതയിൽ അത് നിർവഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേക നിയോഗങ്ങളിലൊന്നും ഇന്ത്യ ചൈന അതിർത്തി അവിടെ ഉണ്ടാകുന്ന കലുഷിതമായ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് അന്യജനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാനും വ്യക്തതകളിലേക്ക് വരുവാനും വേണ്ടിയുള്ളതാണ്. നമ്മളോടൊപ്പം ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് കുടുംബം മുഴുവനുമുണ്ട്. ആ കുടുംബത്തിൻ്റെ കൃതജ്ഞതാസ്തുതികളും ഈ വിശുദ്ധ ബലിയിൽ ദൈവസന്നിധിയിൽ ഉയർത്തുകയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എമ്മാവൂസുമായി നമ്മുടെ ഈ നവീകരണ കുടുംബവുമായി നാനാതരത്തിൽ സഹായികളായിത്തീരുന്ന എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീരാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുകുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധ മദർ തെരേസയെ ഞങ്ങൾ ഇന്ന് അനുസ്മരിക്കുന്നു. വിശുദ്ധയെ പോലെ ജീവിതത്തിലും മരണത്തിലും അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തി
സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. അവന്റെ ഭവനത്തിൽ ഞാനെന്നും വാഴും, അവനോടൊത്തു ഞങ്ങൾ തീരും. അവന്റെ ഭവനത്തിൽ ഞാനെന്നും വാഴും, അവനോടൊത്തു ഞങ്ങൾ തീരും. സമൃദ്ധമായ പുൽത്തകിടികളിൽ നാഥൻ എന്നെ മേയ്ക്കും. സമൃദ്ധമായ പുൽത്തകിടികളിൽ നാഥൻ എന്നെ മേയ്ക്കും. നിത്യനിർമ്മലനീരുറവയിങ്കൽ അവിടുന്നല്ലേ ആനയിക്കും. നിത്യനിർമ്മലനീരുറവയിങ്കൽ അവിടുന്നല്ലേ ആനയിക്കും. അവിടുന്നെന്നെ ആനയിക്കും. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. നാഥനെന്നെ ബലപ്പെടുത്തിയിടും, അവിടുന്നെന്നെ നയിച്ചിടും. നാഥനെന്നെ ബലപ്പെടുത്തിയിടും, അവിടുന്നെന്നെ നയിച്ചിടും. മരണത്തിൻ തണുത്ത താഴ്വരയിലും ഭീതിയിൽ എനിക്കൊരു നാളും. മരണത്തിൻ തണുത്ത താഴ്വരയിലും ഭീതിയിൽ എനിക്കൊരു നാളും. ഭീതിയിൽ എനിക്കൊരു നാളും. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപകൾ കേൾക്കണമേ. പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന
സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 14 മുതൽ 17 വരെ വായിക്കും. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരരെ, വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിനെ അവന് രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരന് സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോകുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ പറയുന്ന അവരോട് അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നിത്യവചനം വചനം തിരുവചനം സത്യവചനം നിത്യവചനം വചനം തിരുവചനം ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്ന ദിവ്യവചനം ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 25, 31 മുതലുള്ള തിരുവചനങ്ങളാണ്. യാക്കോബ് ശ്ലീഹ നമ്മളെ കൃത്യമായി ഓർമ്മപ്പെടുത്തി പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. സജീവമായ വിശ്വാസത്തിന്റെ ഉടമയായി ജീവിച്ച വിശുദ്ധ മദർ തെരേസയുടെ, കൽക്കട്ടയിലെ മദർ തെരേസയുടെ തിരുനാൾ ദിവസമാണ് നമ്മൾ ഈ വചനം കേൾക്കുന്നത്. പ്രവൃത്തിയും വിശ്വാസവും സമന്വയിപ്പിച്ച, പ്രാർത്ഥനയും പ്രവൃത്തിയും സമന്വയിപ്പിച്ച, ദിവ്യകാരന്റെ സന്നിധിയിലും മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിച്ച, ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് ബലിചൈതന്യം ആർജിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി ശുശ്രൂഷ ചെയ്ത വിശുദ്ധ മദർ തെരേസയുടെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് സൂക്ഷിക്കുന്നത്. അമ്മ എവിടെ മഠം ആരംഭിക്കുമ്പോഴും ഒരു വ്യവസ്ഥ മാത്രമേ വെച്ചിട്ടുള്ളൂ. അവിടെ കുർബാന ഉണ്ടാകണം, കുർബാന അർപ്പിക്കാനും ആരാധിക്കുവാനുമുള്ള അവസരമുണ്ടാകും. മണിക്കൂറുകൾ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചാണ് നമ്മ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയത്. പ്രവൃത്തികളുടെ അമ്മയായിട്ടാണ് നാം പലപ്പോഴും ചിത്രീകരിക്കുന്നത്. പക്ഷേ അമ്മയുടെ ജീവിതം മുഴുവൻ കൽക്കട്ടയിലോ അമ്മയുടെ ഭവനം സന്ദർശിച്ചിട്ടുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ട്. അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അമ്മ ഇരുന്ന് അതേ പൊസിഷനിൽ അതേ ശൈലിയുള്ള ഒരു രൂപം അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ചെന്നിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട്. അമ്മയാണ് അവിടെ ഇരിക്കുന്നതെന്ന് തന്നെ നമുക്ക് തോന്നുന്നത്. അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാണ് തൻ്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. ഇന്നത്തെ സുവിശേഷത്തിൽ അന്ത്യവിധിയുടെ ഓർമ്മപ്പെടുത്തൽ ഈശോ തന്നുകൊണ്ട് നമ്മളെ വീണ്ടും ഉണർത്തുകയാണ്. പ്രാർത്ഥിച്ച് പ്രവൃത്തിയിലേക്ക് എത്തിക്കുവാനായി. പ്രവൃത്തി കർത്താവ് നോക്കുന്നു. ഇത് നീ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്ന രംഗമാണ് നാം കേൾക്കാൻ പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്മരണകളിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. അമ്മ പ്രവൃത്തിയിലൂടെ തൻ്റെ വിശ്വാസം പ്രഘോഷിച്ചവളാണ്. എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് ചെല്ലുന്ന രംഗം മാത്രമല്ല, കാനായിലെ കല്യാണ വിരുന്നിൽ മാത്രമല്ല, ഈശോയോടൊപ്പം അവൻ അവമാനിക്കപ്പെടുമ്പോൾ അവന്റെ ഉടുതുണി ഉരിയപ്പെട്ട അവസ്ഥയിൽ ഈ അമ്മയുടെയും സഹോദരങ്ങളുടെയും സാന്നിധ്യം അത്
ഈശോയ്ക്കുള്ള ഏറ്റവും നല്ല തുണി ഉടുപ്പിക്കുന്ന അനുഭവം. ശിഷ്യന്മാർ വേട്ടയാടപ്പെടുമ്പോൾ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ഉടുപ്പിച്ച് നിർത്തുന്നത് പോലെ അമ്മ സെഹ്യോൻ മാളികയിൽ കൂട്ടിയിരുത്തുകയാണ്. അപ്പോ വിശക്കുന്നവന് അപ്പം, ദാഹിക്കുന്നവന് കുടിക്കാൻ പരദേശിക്ക് ഇടം കൊടുക്കല്, നഗ്നനെ ഉടുപ്പിക്കല, ഇതൊക്കെ അതിന്റെ വ്യാഖ്യാനങ്ങളിൽ നാം തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിന്ന, മദർ തെരേസയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന, ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന മേഖലകളിലൊക്കെ കർത്താവ് ആഗ്രഹിക്കുന്ന ഈ പ്രവർത്തനങ്ങളിലേക്ക് വരാനായി ഈ വിശുദ്ധ ബലിയിൽ നിന്ന് നമുക്ക് ചൈതന്യമാർജിക്കാം. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചതോ എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യത്വം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയെയും അതിരൂപതാ മെത്രാപ്പോലീത്ത വികാരി മാർ ആന്റണി കരിയം മെത്രാപ്പോലീത്തയെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, സ്ത്രീയന്മാരും പ്രവാചകന്മാരും ആവുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്കനുസൃതമായ സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. വിശുദ്ധി തന്നെയായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായെ അനുകരിച്ചു വിശുദ്ധ ജീവിതം നയിച്ച വിശുദ്ധ മദർ തെരേസയെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച്
വിശുദ്ധിയുടെ പരിമളം വരുത്തുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ. ദൈവമേ, നിർമ്മലമല്ലെങ്കിലും ഈ ജീവിതം തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു, കർത്താവേ, അങ്ങയെ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിരുന്നെങ്കിൽ, കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ പൂർണ്ണമായും നിന്റെ തിരുക്കരങ്ങളിലേക്ക് തരുകയാണ്. ഞങ്ങൾ കണ്ണടച്ചു കളഞ്ഞിട്ടുണ്ട്, അങ്ങയെ കാണാത്ത പോലെ നടന്നിട്ടുണ്ട്. ഇത് അങ്ങേക്കാണെന്ന് അങ്ങാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടും കഴിയാത്തവരെ പോലെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഇന്ന് തൊട്ടുണർത്തണമേ, വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും മാർയോസേപ്പ് പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമീൻ ആമീൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടെ ഏൽപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുക. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ.
സകലത്തിന്റെയും നാഥനായ ദൈവത്തിനോ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിവേന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരോടും സാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചോ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടോ അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇതോ പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തതോ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൊടുക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മുതലായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെയും അതിരൂപതയുടെയും അധ്യക്ഷനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, അതിരൂപത മെത്രാപ്പൊലീത്ത വികാരിമാർ ആന്റണി കരയിൽ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, കരിസ്മാറ്റിക് കമ്മീഷൻ പിതാക്കന്മാർക്ക് വേണ്ടി, മറ്റെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി, പുരോഹിതന്മാർ, സന്യാസികൾ, പുരോഹിതാർത്ഥികൾ, സന്യാസാർത്ഥികൾ, ഏകസ്ഥർ, സമർപ്പിത ശുശ്രൂഷകർ, വിവാഹിതർ, ആത്മായ പ്രേക്ഷിതർ, മിഷണറിമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രോഗീ ശുശ്രൂഷകർ, സാമൂഹ്യ പ്രവർത്തകർ, മറ്റ് ശുശ്രൂഷകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിദിനമാവിധം വർദ്ധിച്ച നീതിമാന്മാർക്കും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ചും വിശുദ്ധ മദർ തെരേസയുടെ ബഹുമാനത്തിനു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, കർത്താവേ, അപകടങ്ങളിൽപ്പെട്ട ആസ്പത്രിയിലായിരിക്കുന്നവർ, ഇത് ഓപ്പറേഷനുകൾക്ക് വിധേയപ്പെട്ടവർ, കർത്താവേ, ഈ ദിവസങ്ങൾ ജനിച്ചു വീഴിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഇന്ന് നിന്റെ തിരുസന്നിധിയിൽ പ്രത്യേക നിയോഗങ്ങളോടെ ഈ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും, അയോഗ്യനും ബലഹീനമായ ദാസന് വേണ്ടിയും, ഏതെങ്കിലും തരത്തിൽ ഈ ഭവനത്തിന്റെ സഹകാരികളായി തീരുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അപേക്ഷിക്കന്റെ ശരീര രക്തങ്ങൾ അർപ്പിക്കുന്നു. യോഗ്യാചരണത്തിൽ ദൈവബോധമായ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ ശാന്തിക്കായും സമാധാനത്തിനായും കാക്ഷിക്കുന്നു. മറ്റുള്ളവരിൽ അങ്ങയുടെ രൂപം കാണുവാൻ, പ്രത്യേകിച്ചും ഞങ്ങൾക്ക് അങ്ങയുടെ രൂപം കാണാൻ ഏറെ ബുദ്ധിമുട്ടുള്ള രോഗികളിലോ, കാരാഗ്രഹാവസ്ഥകളിൽ കഴിയുന്നവരോ, വിശക്കുന്നവരിലോ, ദാഹിക്കുന്നവരിലോ, കർത്താവെ, പലതരത്തിലുള്ള നാണക്കേടിൽ കഴിയുന്നവരിലോ, കർത്താവെ, അവരിലൊക്കെ അങ്ങയുടെ സാന്നിധ്യം കാണാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾക്ക് കാഴ്ച തരണമേ. മദർ തെരേസയ്ക്കുണ്ടായ അതേ ഉൾക്കാഴ്ചകൾ ഞങ്ങൾക്ക് നൽകണമേ. അത് പരസ്പരം സ്നേഹിക്കാനും ആദരിക്കാനും ശുശ്രൂഷ ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇടപെടുവാനും ഒക്കെ ഞങ്ങൾക്ക് കാരണമായി ഭവിക്കട്ടെ. നിന്റെ ആത്മാവ് ഞങ്ങളിൽ നിറയട്ടെ, നിന്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങൾ നിന്റേതായി തീരട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന അങ്ങദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ദിനാശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മുദ്രണത്തിനും മരിച്ചവരുടെ ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ചു സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ.
ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സർവേശനാഥം മുഴങ്ങി മേഘങ്ങളെല്ലാം ഇറങ്ങി. സർവേശനാഥം മുഴങ്ങി മേഘങ്ങളെല്ലാം ഇറങ്ങി. ആകാശവാതിൽ തുറന്നു ആകാശവാതിൽ തുറന്നു സ്വർഗീയ മഞ്ഞ പൊഴിഞ്ഞു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മളെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഈശോയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് ഒന്നിച്ച് അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ ദൈവമേ, നല്ലവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ രഹസ്യത്തെ ഭക്ഷിക്കുന്നവർ സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരത്തിൽ നിന്ന് മിശിഹായെ അവർക്ക് വാഴ്ത്താം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഉദാശയായി അങ്ങയെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ ആത്മാവിൽ അങ്ങയ്ക്കായി
കാത്തിരിക്കുന്ന ഓരോരുത്തരിലേക്കും അങ്ങ് എഴുന്നള്ളി വരണമേ. കർത്താവേ, അങ്ങയുടെ ശക്തിയും സാന്നിധ്യവും സ്നേഹവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളെ സമാശ്വസിപ്പിക്കണമേ. ഞങ്ങളെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യണം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവനും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശുദ്ധ സന്താനങ്ങളായി വർദ്ധിക്കുവാൻ ഈ ദിവ്യദാസൻ നമ്മെ ശക്തരാക്കട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടന്ന പ്രതിക്കും നിത്യജീവനും കാരണമാണ്. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന്റെ നിയോഗങ്ങൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ, എല്ലാ ടീച്ചേഴ്സിനെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അധ്യാപകരെ നമുക്ക് ഓർക്കാം. ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നവയ്ക്കായി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പരിശുദ്ധ അമ്മയെ പോലെ ഇടപെടാനും ഇറങ്ങിച്ചെല്ലുവാനും ആവശ്യമായ കരുത്തും കൃപയും നമുക്ക് തേടാം. അനാതരത്തിൽ ഉപകാരികളായിത്തീരുന്ന എല്ലാവരോടും ആത്യന്തികമായ ദൈവത്തോടും നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ ശ്രദ്ധതരമാക്കി തീർക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദവും അനുഗ്രഹവും തേടാം. രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മറ്റു വിശുദ്ധരുടെയും മഹനീയ മാതൃക വഴി
നമ്മെ ധന്യരാക്കിയ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ വിശ്വസ്ത ദാസരുടെ ധീരത നമുക്ക് ശക്തി നൽകട്ടെ. അവിടത്തേക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച സ്ലീഹന്മാർ നമുക്ക് വഴികാട്ടികളാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ചും വിശുദ്ധ മദർതെരേസയുടെയും ജീവിത മാതൃക വിശുദ്ധിയിലേക്കും മഹത്വത്തിലേക്കും നമ്മെ നയിക്കട്ടെ. ഈ കുർബാനയിൽ പങ്കുകൊണ്ട നമ്മെ കർത്താവ് തന്റെ വിശുദ്ധിയുടെ പരിമളത്താൽ മഹത്വം അണിയിക്കട്ടെ. നാം എല്ലാവരും സ്വർഗീയ മഹത്വത്തിന് അർഹരാകട്ടെ. പ്രാർത്ഥനയും പ്രവർത്തനവും സമന്വയിപ്പിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുത്തുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. Maria, Kanya